മാർക്സിസത്തിന് വിട. ബി.ജെ.പിക്കു വേണ്ടി വോട്ട് പിടിക്കാൻ മുൻ CPM MLA രാജേന്ദ്രൻ. നമസ്കാരം. കേരള ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. രാജേന്ദ്രന്റെ കൂറുമാറ്റം മാത്രമല്ല, കോട്ടയത്ത് PC ജോർജിനെ ഒപ്പം നിർത്തി ബി.ജെ.പി കരുനീക്കം നടത്തുന്നു. കാസർഗോഡ് പോരാട്ടം കനക്കുമ്പോൾ കൊല്ലത്ത് വനിതാ സ്ഥാനാർത്ഥികൾ റെക്കോർഡിടുകയാണ്. എന്നാൽ ജനകീയ വിഷയങ്ങളിൽ ആശങ്കയേറുന്നു. കാഞ്ഞങ്ങാട്ട് അനാസ്ഥയിൽ കർഷകൻ ഷോക്കേറ്റു മരിച്ചു. പാപ്പിനിശ്ശേരിയിൽ ട്രെയിൻ യാത്ര ഇപ്പോഴും ഒരു സാഹസമാണ്. ശബരിമലയിലെ പാർക്കിംഗ് കൊള്ളയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുമ്പോൾ കേന്ദ്രം ഏറ്റെടുത്താൽ തൊട്ടുനോക്കാൻ പോലും പറ്റില്ല എന്ന് സുരേഷ് ഗോപി പറയുന്നു. പെരുമ്പാവൂരിൽ ഗുണ്ടകൾ കട തകർത്തു. പാലക്കാട്ട് മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം. കണ്ണൂരിൽ കടുവയുടെ ക്യാമറകൾ മോഷണം പോയി. ആലപ്പുഴയിൽ സ്കൂൾ ബാഗിൽ വെടിയുണ്ട. ഇവിടൊരു ട്വിസ്റ്റ്. കടുവ സെൻസസിന് പോയ സംഘത്തിന്റെ കയ്യിലുണ്ടായിരുന്നത് വെട്ടുകത്തി മാത്രം. കാരശ്ശേരി ബാങ്ക് ക്രമക്കേടിൽ ചെയർമാനെ പുറത്താക്കി. വെൽഫെയർ പാർട്ടി വിഷയത്തിൽ സമസ്ത ഇടപെടേണ്ടെന്ന് ജിഫ്രി തങ്ങൾ നിലപാടെടുത്തു. തിരുനെല്ലിയിലെ LDF പ്രകടന പത്രികാ വിവാദവും മുഖ്യമന്ത്രിയുടെ വാഹന അറ്റകുറ്റപ്പണിക്കു നൽകിയ ഇളവും ചർച്ചയാകുന്നു. അതേസമയം കൊച്ചിയിലെ BPCL പ്ലാന്റ് നിർമ്മാണം വേഗത്തിലായി. ബ്രഹ്മോസിന് ഭൂമി നൽകാനും SIR ഡെഡ്ലൈൻ നീട്ടുന്നത് പരിഗണിക്കാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ഈ വാർത്തകളിൽ നിങ്ങൾക്ക് എന്തു തോന്നുന്നു? കമന്റ് ചെയ്യൂ. ശുഭദിനം.